നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവിനും മുത്തശ്ശനും കുത്തേറ്റു. ഇരുവരെയും ആക്രമിച്ചത് കേസിൽ പ്രതിയായിരുന്ന അർജുന്റെ പിതൃ സഹോദരൻ പാൽരാജാണ്. ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തശ്ശനെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിയെ സംരക്ഷിക്കാൻ CPIM ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ DYSP ഓഫീസ് ഉപരോധിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്ന് രാവിലെ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ വെച്ചാണ് പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും കാലിനും കുത്തേറ്റ ഇരുവരെയും നാട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അർജുനന്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഇവൻ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തുവാണ്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പീരുമേട് നിന്ന് പോലീസ് പിടികൂടി. ഇയാൾ CPIMന്റെ പാർട്ടി ഓഫീസിൽ കയറിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു. കുത്തേറ്റ് കഴിഞ്ഞ നേരെ ആള് ഓടിപ്പോയി നേരെ CPIMന്റെ ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ ഇത് എഴുതാൻ പോയേക്കുന്നത് കുട്ടിയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യുപിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ. പോലീസ് വീഴ്ചയിൽ പ്രതിഷേധിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. മകളെ മാപ്പ് എന്ന പേരിൽ വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് നാളെ സ്ത്രീജ്വാല സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 ഇടുക്കി. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ പിതാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ CPM സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. കുട്ടിയെ കൊലപ്പെടുത്തിയ പ്രതിയെയും CPM ആണ് സംരക്ഷിക്കുന്നത്. കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഒരു കൊച്ചുകുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്ന് മാത്രമല്ല, അതിന്റെ അന്വേഷണവും പ്രോസിക്യൂഷനും അട്ടിമറിച്ച് കേസിൽ രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ട് ആ കുടുംബം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനും മറ്റ് നടപടികളും വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഇതിൽ നിന്ന് പിന്നോക്കം കൊണ്ടുപോകുന്നതിന് വളരെ പരസ്യമായും പച്ചയായും ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഇതുപോലുള്ള പീഡകന്മാർക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന സർക്കാർ അല്ലെങ്കിൽ നടപടിയെടുക്കാത്ത പോലീസും ആഭ്യന്തര വകുപ്പിന്റെയും വലിയ പരാജയം. ഇത് സാമാന്യമായിട്ടുള്ള സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് പ്രതിയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന ഒരു വിവരം, കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ നൽകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയെന്നാണ്. ഡീൻ കുര്യാക്കോസ് MPക്കാണ് ഈ കാര്യത്തിൽ പോലീസ് ഉറപ്പ് നൽകിയത്. DYSPയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായും ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ SP ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാമെന്നും സമ്പൂർണമായ സുരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൂർണ്ണമായ ഉറപ്പ് MP എന്നുള്ള നിലയിൽ എന്നെ വിളിച്ച് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്, താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും വണ്ടിപ്പെരിയാറിൽ നിന്ന്. വിഷ്ണു, കുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ നൽകാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് അറിയിക്കുന്നത്. ഒരു ഉപരോധ സമരമൊക്കെ വേണ്ടി വന്നു അത്തരം ഒരു ഉറപ്പ് പോലീസിൽ നിന്ന് ലഭിക്കാൻ. ഈ സംഭവത്തിൽ പാൽരാജിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ഈ സമരം ഉപരോധം അവസാനിപ്പിച്ചെങ്കിലും കോൺഗ്രസ് ഈ വിഷയം ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ? വിജയകുമാർ, കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നാളെ അതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ ഒരു സ്ത്രീ ജ്വാല മകളെ മാപ്പ് എന്ന പേരിൽ നടത്തുന്നുണ്ട്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അത് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പീരുമേട് DYSP ഓഫീസ് ഉപരോധിച്ചത്. അത് പ്രധാനമായും അവരുടെ ആവശ്യം ഈ കുട്ടിയുടെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ അവരുടെ വീടിനും പൂർണ്ണമായി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ്. ആദ്യഘട്ടത്തിൽ ചില വിയോജിപ്പുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും പിന്നീട് ഉന്നതതല ഇടപെടലുണ്ടായി. അങ്ങനെയാണ് SP
വിഷയത്തിൽ നേരിട്ടിടപെട്ട് MP-ക്ക് ഉറപ്പ് നൽകിയത്. കുട്ടിയുടെ കുടുംബത്തിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും. കുട്ടിയുടെ കുടുംബം പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ആ സുരക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും പശുമല ജംഗ്ഷനിൽ വെച്ച് ഈ അക്രമിയുടെ ഭാഗത്തുനിന്ന് കുത്തേറ്റത്. ഈ കുത്തേറ്റ അല്ലെങ്കിൽ കുത്തിയ ആള് ഈ കേസിൽ നേരത്തെ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരനാണ് പാൽരാജ്. പിന്നീട് ഇയാൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. നിലവിൽ ഇയാളെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് നാളെ രാവിലെ ആയിരിക്കും രേഖപ്പെടുത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. FIR ഉൾപ്പെടെ തയ്യാറാക്കുന്ന നടപടിയിലാണ് പോലീസ് ഉള്ളത്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഒരു കുടുംബം നീതിക്കായി പോരാടുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായത്. പോലീസുമായി സംസാരിക്കുമ്പോൾ പൊടുന്നനെ ഉണ്ടായ ഒരു പ്രകോപനത്തിലാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ അക്രമശ്രമം നടന്നത് എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള ആസൂത്രണവും ഉണ്ടായില്ല. അവർ തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിൽ ഇതിനിടയിൽ സംഭവിച്ച ഒരു അടിപിടി, അതിനിടയിൽ സംബന്ധിച്ചൊരു കുത്ത് ആണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ തുടക്കമാണ് നാളെ നടത്താൻ പോകുന്ന സ്ത്രീജ്വാല അല്ലെങ്കിൽ സ്ത്രീജ്വാല സദസ്സ്. ഇന്ന് മാത്യു കുഴൽനാടൻ MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായി പ്രോസിക്യൂട്ടറെ മാറ്റുന്നതിലുൾപ്പെടെ അട്ടിമറി സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീല് അത് പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പീലല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ഒരു പുനരന്വേഷണം. അതായത് ഒരു മികച്ച ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല നൽകി ഒരു പുനരന്വേഷണം വേണം. എന്നാൽ മാത്രമേ ഈ കേസിൽ പ്രതി ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ സമർപ്പിച്ച ചാർജ് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ കേസ് പരിഗണിക്കുന്നത് പറഞ്ഞാൽ അത് കോടതി വീണ്ടും ഒരുപക്ഷെ ആ കേസ് തള്ളാനുള്ള സാഹചര്യവും നിലവിൽ കുറ്റമുക്തനാക്കപ്പെട്ട ആൾക്ക് അത് കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്, ഒരു പുനരന്വേഷണം വേണം. അതിനാണ് സർക്കാർ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊതുവായിട്ടുള്ള ആവശ്യം. നാളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നടക്കുന്ന ഈ മകളെ മാപ്പ് എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, പൊടുന്നനെ ഉണ്ടായ ഒരു വാക്ക് തർക്കം, അതിനിടയിൽ കുത്തി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ പാൽരാജ് എന്ന ഈ പ്രതി എന്തിനാണ് ഈ കത്തിയുമായി നടക്കുന്നത്, ഒരു ആയുധവുമായി സ്ഥിരം നായി നടക്കുക, ഈ രണ്ടുപേരെയും കാണുമ്പോൾ അയാൾ ആക്രമിക്കുക, അതിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ വകവരുത്താനുള്ള നീക്കമായിരുന്നോ എന്നുപോലും സംശയം ഉയരുന്നുണ്ട്. നാട്ടുകാരതൊക്കെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് കുടുംബത്തിന് പോലീസിന്റെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. MP-യുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടക്കുകയായിരുന്നു. അതിനൊടുവിലാണ് DYSP ആ ഉറപ്പ് ജനപ്രതിനിധികൾക്ക് നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ലക്ഷ്യത്തിലെത്തി ആദിത്യ. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തി. 4 മാസം നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ലഗ്രാഞ്ച് പോയിന്റ് 1-ലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് Xലൂടെ ആദിത്യയുടെ വിജയം പങ്കുവച്ചത്. സൗരദൗത്യം സങ്കീർണമായിരുന്നുവെന്ന് ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറഞ്ഞു. 4, 3, 2, 1, 0. Lift off normal. P1 tracking. PC tracking. സൂര്യനെക്കുറിച്ചറിയാനുള്ള ശാസ്ത്രലോകത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റ് 1-ലെ ഹാലോ ഓർബിറ്റിൽ ആദിത്യ എത്തി. സൂര്യനെക്കുറിച്ചും ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചുള്ള കൗതുകങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ആദിത്യ കണ്ടെത്തും. പേടകത്തിലുള്ള 7-ൽ 4 പേലോഡുകളും സൂര്യനെക്കുറിച്ച് നേരിട്ട് പഠിക്കും. ബാക്കിയുള്ള 3 ലഗ്രാഞ്ച് പോയിന്റിനെ കുറിച്ചാണ് പഠനം നടത്തുക. ആദിത്യ L1 ദൗത്യം ഏറെ സങ്കീർണമായിരുന്നുവെന്നും എന്നാൽ അതിനെ വെല്ലുവിളിയെന്ന് പറയുന്നില്ലെന്നും ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ് പ്രതികരിച്ചു. Ultimately, what we achieved today is exact placement based on our measurement and very correct prediction of the velocity requirement. The computer decided to cut off at the accelerometer based cutoff has happened. So right now it is in our calculation it is in the right place. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. പിന്നീട് 4 തവണകളിൽ ഭ്രമണപഥമുയർത്തി 5ാം ഘട്ടത്തിൽ ഭൂമിയുടെ പാത വിട്ട് ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സൂര്യന്റെ പാളികളെക്കുറിച്ചും പുറത്തെ പാളിയായ കൊറോണയെക്കുറിച്ചുമാണ് ആദിത്യ പഠിക്കുക. സൂര്യന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സമമാകുന്ന ലഗ്രാഞ്ച് 1 പോയിന്റിൽ നിന്ന് തടസ്സങ്ങളില്ലാതെ ആദിത്യയ്ക്ക് സൂര്യനെ പഠിക്കാനാകും. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1 ഉള്ളത്. 24 ചെന്നൈ. മറ്റു വാർത്തകളിലേക്ക്. ബംഗാൾ കലുഷിതം.
പശ്ചിമബംഗാൾ റേഷൻ അഴിമതി കേസിൽ നടപടി ശക്തമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് ഇഡിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്ത് ഭരണഘടനാപരമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഗവർണർ CV ആനന്ദബോസ് പ്രതികരിച്ചു. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ 24 നോർത്ത് പർഗാനയിൽ തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി സംഘത്തെയാണ് നാട്ടുകാർ മർദ്ദിച്ചത്. ആക്രമണത്തിന് പിന്നാലെ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കി. മുൻ ബോൺഗാവ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശങ്കർ ആധിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനായി ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പരിശോധനയ്ക്കായി ഇഡിക്കൊപ്പം കൂടുതൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സർക്കാർ അവരുടെ ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദബോസ് പ്രതികരിച്ചു. The ghastly incident reported from Sandesh Kadi in North 24 Parganas district is alarming, is deplorable, to say the least. It is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. അന്വേഷണ ഏജൻസിക്കെതിരായ ആക്രമണത്തിൽ പശ്ചിമ ബംഗാൾ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. അതിനിടെ ബംഗാളിൽ ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ തൃണമൂൽ കോൺഗ്രസുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് കോൺഗ്രസും BJPയും. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന് കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. അതിനിടെ രാഷ്ട്രപതി ഭരണം വേണമെന്ന ബംഗാൾ PCCയുടെ ആവശ്യത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളി. ഇഡി ഉദ്യോഗസ്ഥർ തെരുവിൽ ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് BJPയും കോൺഗ്രസും. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ബംഗാളിൽ മോദിയും ദീദിയും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് PCC അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. लेकिन बीजेपी पार्टी वो भी चुप्पी साधे हैं, कुछ करने की उनका भी हिम्मत नहीं है, क्योंकि वो जानते हैं कि यहाँ आम लोगों के सामने भाषण देना आसान होते हैं, लेकिन मोदी जी को समझाना मुश्किल है, क्योंकि दीदी और मोदी जी के बाद भी अंदर की बात क्या होते हैं ना आम लोगों की पता चलते, ना हमें ना आपको पता चलते. രാഷ്ട്രപതി ഭരണം കോൺഗ്രസിന്റെ ദേശീയ നയമല്ലെന്ന് അധീർ രഞ്ജൻ ചൗധരി തള്ളി KC വേണുഗോപാൽ രംഗത്തെത്തി. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നയമല്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ PCC പ്രസിഡന്റ് പറയുന്ന അവിടുത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് അവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് തൃണമൂലിനെതിരായ നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം മയപ്പെടുത്തിയത്. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ ആശങ്ക രേഖപ്പെടുത്തിയ BJP കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇഡി സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ആദ്യ സമൻസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിൻവലിച്ചതിന് പിന്നാലെയാണ് ഇഡിയുടെ പുതിയ നീക്കം. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെന്നും രാഷ്ട്രീയ നീക്കമാണെന്നും തോമസ് ഐസക് 24-നോട് പ്രതികരിച്ചു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വ്യക്തിഗത വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള സമൻസ് അയക്കരുതെന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ 1.5 വർഷം മുൻപ് നൽകിയ സമൻസ് ഇഡി പിൻവലിച്ചു. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചാണ് പുതിയ സമൻസ്. കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നുവെങ്കിലും നിയമോപദേശം തേടിയ ശേഷമാണ് അന്വേഷണ സംഘം പുതിയ സമൻസ് നൽകിയത്. ഇഡി സമൻസ് ലഭിച്ചുവെന്നും 1.5 വർഷമെടുത്ത് അന്വേഷണ വിഷയം തീരുമാനിച്ചതിൽ സന്തോഷമെന്നും ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. ലഭിച്ചു. ഇത് നോക്കുമ്പോ മെയിലി വന്നിട്ടുണ്ട്. അതിന്റെ സൗകര്യം നോക്കിയിട്ട് പങ്കെടുക്കും. നമുക്ക് ഭയങ്കര തിരക്കില്ല. മൈഗ്രേഷൻ കോൺക്ലേവ് 21-ാം തീയതി വരെ അതിന്റെ തിരക്കുകൾ നടക്കുക. പിന്നെ വക്കീലന്മാരുടെ ആലോചിക്കണല്ലോ എന്ത് എന്തായാലും അതൊക്കെ ആലോചിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. കിഫ്ബി CEO KM എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി തോമസ് എന്നിവർക്ക് പിന്നീട് സമൻസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മസാല ബോണ്ട് വഴിയാണ് കിഫ്ബി വിദേശത്ത് നിന്നും 2500 കോടി രൂപ സമാഹരിച്ചത്. ഇതിൽ ഫെമ നിയമലംഘനം നടന്നുവെന്നും അതിന് തെളിവുകളുണ്ടെന്നുമാണ് ഇഡിയുടെ ആരോപണം. തോമസ് ഐസക് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ് ഇഡി. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുമ്പോഴും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ.
ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. അതിനിടെ ഗവർണറെ അധിക്ഷേപിച്ച് CPM നേതാവ് MM മണി ഇന്ന് രംഗത്ത് വന്നു. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കാനിരിക്കെ ചൊവ്വാഴ്ച ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുമ്പോഴും ജനുവരിയിൽ നടക്കുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നിലപാടിൽ അധിക്ഷേപ പരാമർശവുമായി MM മണി MLA. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്തതാ, നിയമസഭ പാസാക്കിയത. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന നാലാന്തരത്തിലെ അഞ്ചാന്തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചൊവ്വാഴ്ച തൊടുപുഴയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടെങ്കിലും വ്യാപാരികൾ ആവശ്യം നിരാകരിച്ചു. ഇതിനു പിന്നാലെ ഇടുക്കിയിൽ LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. അതിനിടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഗവർണറോട് വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനും ഇടതുമുന്നണിക്കും. 24 തിരുവനന്തപുരം. കൊടും ക്രൂരതയുടെ ചുരുൾ നിവരുന്നു. പത്തനംതിട്ട മൈലപ്പുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ 4 പേർ അറസ്റ്റിലായി. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ, സുബ്രഹ്മണ്യം, പത്തനംതിട്ട സ്വദേശി ഹാരിസ്, ബന്ധു നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണിയുടെ സ്വർണ്ണമാല വിറ്റതിനാണ് നിയാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമ്പത്തികം ലക്ഷ്യം വെച്ചുള്ള കൊലപാതകം നടന്ന 8 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പിടിയിലായത്. ഒടുവിൽ പിടിയിലായ മുരുകൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ കൊടും ക്രിമിനലുകളാണെന്ന് പോലീസ് പറയുന്നു. കുലശേഖരപതി സ്വദേശി ഹാരിബാണ് മറ്റൊരു പ്രതി. മൂവരും ചേർന്നുള്ള ഗൂഢാലോചനയാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കൊല്ലപ്പെട്ട ജോർജ് ഉണ്ണുണ്ണി ധരിച്ചിരുന്ന ആഭരണങ്ങൾ കണ്ടെടുത്തു. നഷ്ടപ്പെട്ട പണം എത്രയെന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കില്ല. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കണ്ടെത്തി. മറ്റൊരു കേസിൽ പിടിയിലായി ജയിലിൽ കഴിയവെയാണ് ഹാരി സുബ്രഹ്മണ്യനെയും മുരുകനെയും പരിചയപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. ജോർജ് ഉണ്ണുണ്ണി എന്ന 70-കാരനെ കൊലപ്പെടുത്തിയ ശേഷം കടയിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും കൊണ്ട് സംഘം രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ മാസം 30-ന് ഉച്ചതിരിഞ്ഞായിരുന്നു കൊലപാതകം. CCTV ദൃശ്യങ്ങൾ ഇല്ലാതായതോടെ പോലീസ് സ്വകാര്യ ബസ്സിലെ ക്യാമറകൾ തേടുകയായിരുന്നു. 24 പത്തനംതിട്ട. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട് നീലഗിരിയിൽ 3 വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി. ജാർഖണ്ഡ് സ്വദേശികളായ ശിവശങ്കർ ദേവി ദമ്പതികളുടെ മകൾ നാൻസിയാണ് കൊല്ലപ്പെട്ടത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനം വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഗൂഡല്ലൂർ പന്തല്ലൂരിലെ തൊണ്ടിയാളം പ്രദേശത്താണ് സംഭവം. കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ ഗുരുതര പരിക്കുകളോടെ തേയിലത്തോട്ടത്തിൽ കണ്ടെത്തി. വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പുലിയുടെ ശല്യമുണ്ട്. 10 ദിവസത്തിനിടെ 6 പേരെയാണ് പുലി ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഗോത്രവിഭാഗത്തിൽപ്പെട്ട സരിത കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. 2 ദിവസം മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെയും പുലി ആക്രമിച്ചു. കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേഖലയിൽ പുലിയുടെ ആക്രമണം വ്യാപകമായതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. റോഡ് ഉപരോധം ഉൾപ്പെടെ നടത്തി. തുടർന്ന് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് ഉത്തരവിറക്കി. ഡ്രോണുകൾ ഉപയോഗിച്ച് പുലിയെ തിരയുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് 3 വയസ്സുകാരിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. 24 ചെന്നൈ. CPIM-നെതിരെ വീണ്ടും പരസ്യ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ. കായംകുളത്ത് 2001-ൽ താൻ തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് G. സുധാകരൻ തുറന്നടിച്ചു. മനസ്സിൽ ഒന്ന് കരുതുകയും ഉടുപ്പിന്റെ അടിയിൽ കഠാര ഒളിപ്പിച്ച് കുത്തുകയും ചെയ്തതാണ് ചിലരുടെ ശൈലി. ഇടതുപക്ഷം എന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണമെന്നും G. സുധാകരൻ പറഞ്ഞു. സർക്കാരും CPIM-ഉം കടുത്ത വിമർശനങ്ങൾ നേരിടുന്നതിനിടെയാണ് വീണ്ടും പരസ്യ പ്രതികരണവുമായി G. സുധാകരൻ രംഗത്തെത്തുന്നത്. കായംകുളത്ത് 2001-ലെ തെരഞ്ഞെടുപ്പിൽ MM ഹസനുമായുള്ള മത്സരം തോറ്റത് പാർട്ടിക്കാർ കാലുവാരിയതുകൊണ്ടാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. കാലുവാരൽ കലയായി കൊണ്ടു നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും G. സുധാകരന്റെ പരിഹാസം. എല്ലാവരും വാരുന്നല്ല,
അതൊരു കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്ന ഒരു കുറച്ചാളിവിടെയുണ്ട്. അതിപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവും, ഇന്നലെയുണ്ട്. ഞാനും അനുഭവിച്ചത്. തനിക്ക് വോട്ട് കിട്ടാതിരിക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചു. ദേവികുളങ്ങരയിൽ പര്യടനത്തിന് പോകാൻ 3 മണിക്കൂറോളം കാത്തുനിന്നിട്ടും വാഹനം കിട്ടിയില്ലെന്നും ജി സുധാകരൻ ആരോപിച്ചു. മനസ്സിലൊന്ന് കരുതുകയും ഉടുപ്പിനിടയിൽ കടാര ഒളിപ്പിച്ചു പിടിച്ച് കുത്തുകയും ചെയ്യുകയാണ് പലരുടെയും ശൈലിയെന്നും ജി സുധാകരൻ. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുപ്പിൻ്റെ ഇടയിൽ കടാര ഇങ്ങനെ ഒളിച്ചു പിടിക്കുക, കുത്തുക. ഇതൊന്നും ശരിയല്ല. കായംകുളത്ത് സോഷ്യലിസ്റ്റ് നേതാവ് PA ഹാരിസ് അനുസ്മരണ പ്രസംഗത്തിനിടെയാണ് ജി സുധാകരന്റെ വെളിപ്പെടുത്തലും വിമർശനവും. പ്രായപരിധി കടന്നതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ജി സുധാകരൻ നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. 24 ആലപ്പുഴ. പോലീസിനെതിരായ M. വിജിൻ MLA പരാതിയിൽ കണ്ണൂർ ടൗൺ SIക്ക് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ SP ആണ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. KGNA മാർച്ചിൽ സുരക്ഷ ഒരുക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ കലക്ടറേറ്റ് മാർച്ചിനിടെയായിരുന്നു കല്യാശ്ശേരി MLA M. വിജിനും കണ്ണൂർ ടൗൺ SI PP ഷമീലും തമ്മിലുള്ള പോര്. SI പൊതുമധ്യത്തിൽ അപമാനിച്ചു, പ്രോട്ടോകോൾ പാലിച്ചില്ല തുടങ്ങിയവയാണ് MLAയുടെ ആരോപണം. നടപടി ആവശ്യപ്പെട്ട് M. വിജിൻ കമ്മീഷണർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിനായി ACP TK രത്നകുമാറിനെ നിയോഗിച്ചത്. ടൗൺ SIക്ക് വീഴ്ച പറ്റിയെന്നാണ് ACPയുടെ കണ്ടെത്തൽ. SI പ്രകോപനപരമായി ഇടപെട്ടത് അനാവശ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമായിട്ടും മാർച്ചെത്തുമ്പോൾ ഗേറ്റിൽ സമരക്കാരെ തടയാൻ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് പ്രതിഷേധക്കാർ കളക്ടറേറ്റ് വളപ്പിൽ പ്രവേശിച്ചത്. സുരക്ഷയൊരുക്കുന്നതിൽ ഗുരുതര പിഴവുണ്ടായെന്നും കണ്ടെത്തൽ. SIക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകുമെന്നാണ് സൂചന. CPIM നേതാക്കളും SIക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ നടപടിക്ക് സമ്മർദ്ദം ശക്തമാണ്. അതേസമയം 100ഓളം വരുന്ന സമരക്കാർക്കെതിരെ കേസെടുത്ത പോലീസ് MLAയെ ഒഴിവാക്കിയത് ഇരട്ടത്താപ്പെന്ന പ്രതിപക്ഷ വിമർശനം. കളക്ടറേറ്റ് വളപ്പിലെ പോര് ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. 24 കണ്ണൂർ. കൊല്ലത്തെ കളർഫുൾ കലോത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. 645 പോയിന്റോടെ കണ്ണൂർ കുതിപ്പ് തുടരുന്നു. 630 പോയിന്റുമായി കോഴിക്കോടാണ് തൊട്ടു പിന്നിലുള്ളത്. 3ാം ദിനമായ ഇന്ന് അഭൂതപൂർവമായ തിരക്കാണ് കലോത്സവ നഗരിയിൽ അനുഭവപ്പെട്ടത്. ഒപ്പനവേദിയിൽ മൈക്കിൽ നിന്ന് മത്സരാർത്ഥികൾക്ക് ഷോക്കേറ്റുവെന്ന പരാതി അതിനിടെ ഉയർന്നു. ചിലർക്ക് മത്സരം തുടങ്ങിയ ഉടൻ അത് അവസാനിപ്പിക്കേണ്ടി വന്നു. കലോത്സവ നഗരിയിൽ നിന്ന് അജീഷ് ജയകുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അജീഷ്, ആദ്യം നമുക്ക് ഈ പോയിന്റ് നിലയിലേക്ക് കടക്കാം. 3ാം ദിവസം അവസാനിക്കാറാകുമ്പോഴും കണ്ണൂരിൻ്റെ മുന്നേറ്റം കോഴിക്കോട് തൊട്ട് പിന്നിലുണ്ട്, പാലക്കാടും തൃശ്ശൂരും ഒക്കെ പിന്നാലെയുണ്ട്. എന്താണ് ഇന്നത്തെ ആവേശ കാഴ്ചകളുടെ വിവരങ്ങൾ? വിജയകുമാർ, നമ്മുടെ ഈ കലോത്സവ വേദിയിൽ ഇപ്പോൾ 3ാം ദിനം പിന്നിടുമ്പോൾ ഈ ആവേശം എന്ന് പറയുമ്പോൾ കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ പല വേദികളിലും എത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യ ദിവസങ്ങളിൽ കണ്ടതുപോലെയല്ല, ഓരോ വേദികളിലും ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് പോയിന്റ് നില പരിശോധിച്ച് തുടങ്ങാം. എന്തായാലും വിജയകുമാർ പറഞ്ഞതുപോലെയല്ല, ഓരോ നിമിഷം കഴിയുമ്പോഴും പോയിന്റ് നില മാറി വരും. എന്തായാലും 1ാം സ്ഥാനം കണ്ണൂർ തന്നെ നിലനിർത്തുന്നു. 646 പോയിന്റുമാണ് കണ്ണൂരിനുള്ളത്. തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തിന് ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. കോഴിക്കോടിന് 633 പോയിന്റ് ഉണ്ട്. ഒപ്പം തന്നെ പാലക്കാടുമുണ്ട്. 633 പോയിന്റാണ് പാലക്കാടിനുമുള്ളത്. തൊട്ടു പിന്നാലെ 4ാം സ്ഥാനത്ത് തൃശ്ശൂരുമുണ്ട്, 616 പോയിന്റ്. കൊല്ലത്തിനും 610 പോയിന്റ് ഉണ്ട്. അങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഈ 1ാം സ്ഥാനത്തിനായും 2ാം സ്ഥാനത്തിനായും ഒക്കെ നടക്കുന്നത്. അങ്ങനെ വാശിയേറിയ മത്സരമാണ് ഈ 3 ദിവസമായി ഇപ്പോൾ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഈ ചില മത്സരങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളും ഉണ്ടായി. അതായത് ഒപ്പന നടക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഈ മൈക്കിൽ നിന്ന് ഷോക്കേറ്റ സംഭവം പറയുകയുണ്ടായി. മാത്രമല്ല, ഈ ഒപ്പന നടക്കുന്നത് ഈ ടൗൺ ഹാളിലാണ്, C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിലാണ് ഈ ഒപ്പനയുടെ വേദി. ഈ ഒപ്പന നടക്കുന്ന ഈ വേദിയിൽ
വേദിയിൽ ഈ കുട്ടികൾക്ക് നൃത്തം ചെയ്യാൻ സാധിക്കാതെ അവിടെ തെന്നുന്നതായിട്ടും പരാതിപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും സംഘാടകർക്ക് ഈ കുട്ടികളും അവരുടെ പരിശീലകരും രക്ഷിതാക്കളും പരാതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവിടെ മത്സരം തുടരുകയാണ്. എന്തായാലും വാശിയേറിയ മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി നാളെയാണ് പ്രധാനപ്പെട്ട അടുത്ത ഘട്ടത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നത്. ഭരതനാട്യമുണ്ട്, സംഘനൃത്തമുണ്ട്, നാടകമുണ്ട്, കേരള നടനം, നാടോടി നൃത്തം, ചവിട്ട് നാടകം, അങ്ങനെ പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് ഒരു ഘട്ടത്തിലും ഏത് ജില്ല മുന്നിലെത്തും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും പോയിന്റ് നിലകൾ മാറി മാറി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഈ അജീഷ് നിൽക്കുന്ന വേദിയിൽ മത്സരം കഴിഞ്ഞാണോ? ആളുകളൊക്കെ പുറത്തേക്ക് വരുന്ന കാണുന്നു. തീർച്ചയായും മത്സരം അവസാനിച്ച ആളുകൾ പുറത്തേക്ക് വരുന്നതാണ്. ഈ വേദിയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് തെന്നുന്നതായിട്ടും ഷോക്കേറ്റതുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നത്. ഈ വേദിയിൽ തന്നെയാണ് ഈ കുട്ടികളും അതേപോലെ അവർ പ്രതിഷേധിക്കുകയും ചെയ്തത്. എന്തായാലും നമുക്ക് ആളുകളോടൊന്നും ചോദിച്ചു, ചേട്ടാ ഒപ്പന നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഈ കുട്ടികൾ തെന്നുന്ന ഷോക്കേറ്റുന്ന അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സംസാര വിഷയം ഉണ്ടായിരുന്നു, കറക്റ്റ് അറിയില്ല. നിങ്ങൾ ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു? ഇല്ല, സ്കിഡാണെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കറക്റ്റ് അറിയില്ല. അങ്ങനെ സംസാര വിഷയം ഉണ്ടായിരുന്നു. അവരങ്ങനെ പരാതിപ്പെട്ടിരുന്നു നേരത്തെ ഈ ചില കുട്ടികൾക്ക് ഒരു ഷോക്കേറ്റതായിട്ട്. ഈ എങ്ങനെ പ്രശ്നമെല്ലാം കേട്ടിരുന്നു? ഈ മത്സരം നന്നായിട്ട് പോയായിരുന്നോ? മത്സരം ഇതുവരെ നന്നായിട്ട് പോയാൽ നമ്മൾ കണ്ടത്. പിന്നെ അവിടെ ചില നടന്നിരുന്നു, നിർഭാഗ്യ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കുട്ടിക്ക് അങ്ങനെ സ്ലിപ്പായിട്ടുള്ള സംഭവമുള്ളൂ. അപ്പോൾ ആ പ്രതലം കുറച്ച് പ്രശ്നമാണ്. അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് വിജയകുമാർ. ഇപ്പോൾ ഈ ടൗൺ ഹാൾ വേദിയിൽ ഇപ്പോൾ ഒരു മത്സരം അവസാനിച്ച് ഇങ്ങനെ ചില ആളുകൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആളുകൾ ഇവിടെ ഉണ്ട്, മത്സരം തുടരുകയാണ്. അടുത്ത ചെസ് നമ്പർ വേണ്ടിയിട്ട് എന്തായാലും ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അത് പരിപാടി എന്തായാലും തുടരുകയാണ്. ചില അസ്വാരസ്യങ്ങൾ, ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടികൾ തെന്നി വീഴുന്നത് സംബന്ധിച്ചാണ്. ഒപ്പം തന്നെ ഈ മൈക്കിൽ നിന്ന് ഷോക്കേറ്റതുമായിട്ടും ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പരിഹരിച്ചതായിട്ടാണ് സംഘാടകർ എന്തായാലും പറയുന്നത്. എന്തായാലും മറ്റു പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ചില നാടകത്തിലൊരു പ്രശ്നം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ജില്ലയിൽ 4ാം സ്ഥാനം ഉണ്ടായിരുന്ന ടീം അപ്പീലിലൂടെ വന്ന് അവരുടെ 1ാം സ്ഥാനം നേടിയെന്നൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ഒരു ആരോപണം. അജീഷ് ജയകുമാറാണ് കലോത്സവ വേദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മളിനി മോണോവാക്ട് വേദിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. അവിടെ കൊട്ടുകര PMHS അമൽ രാധാകൃഷ്ണൻ A ഗ്രേഡ് നേടിയ പ്രകടനം കാഴ്ചവെച്ചു. ആ റിപ്പോർട്ടിലേക്ക് ഇനി. ഈ നാട് മൊത്തം നട്ടിച്ച് ഒരു തൊപ്പി ലഭിച്ച്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമ്പനിട്ടയുടെ വരികൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു മോണോ ആക്ട് വേദി. ഒറ്റ ഷോട്ടിൽ പോകുന്ന ചെറുനാടകവുമായി അരങ്ങിലെത്തിയത് കൊട്ടുകര PPMHS അമൽ രാധാകൃഷ്ണൻ. അവിടെ മേശ, മേശയിൽ കാശ്, അതെടുത്ത് ഞാൻ പിന്നെ ഓടി ഓടി കഴിച്ചിരുന്നപ്പം അട്ടാറ് പിടിച്ച്. അപ്പളാ ഞാനൊരു കള്ളനായിന്ന് എനിക്കും തിരിഞ്ഞത്. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം നേരിട്ട തൊപ്പിയെ വിമർശിച്ച് A ഗ്രേഡുമായി ജയിച്ച് തൊപ്പിയിട്ട് മടക്കം. ശരത് പ്രകാശ് AKയുടേതാണ് കഥയും തിരക്കഥയും. മോണാക്ടോട് പറഞ്ഞു വെക്കുന്നത് ഒരു തൊപ്പി ഒരു നല്ല ആളാണെന്നോ ചീത്ത ആളാണെന്നല്ല, എങ്ങനെ തൊപ്പി എന്നുള്ളൊരു വ്യക്തി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ തൊപ്പി തോറ്റ് തോറ്റ് തൊപ്പിയിട്ട ഈ കാണുന്ന സമൂഹം തൊപ്പിയടിപ്പിച്ച ഒരാളാണ്. എന്നെ ആരും അനുകരിക്കരുത്, ആരും ആരും ആരും. അതെ, തൊപ്പി മാതൃകയല്ല, പക്ഷേ ഈ കാണുന്ന നമ്മളടങ്ങുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണിവർ. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ഗോപിക സുരേഷ്, 24. കോൺഗ്രസിൽ ചർച്ച ഉണ്ടെന്നും ഇല്ലെന്നും കോൺഗ്രസിൽ കൂടിയാലോചനകളില്ലെന്ന കെ മുരളീധരന്റെ തുറന്നു പറച്ചിലിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിയിൽ ചർച്ച വേണമെന്ന് കെ മുരളീധരനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. എന്നാൽ പാർട്ടിയിലും UDFിലും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. അതിനിടെ തൃക്കാക്കരയിലെ പ്രവർത്തനങ്ങളിൽ അവഗണനയെന്നാരോപിച്ച് എറണാകുളം DCC നേതൃത്വത്തിനെതിരെ ഉമാ തോമസ് MLA KPCCക്ക് പരാതി നൽകി. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലാണ് കെ മുരളീധരൻ MP പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്.
കോൺഗ്രസിനകത്ത് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും. പാർട്ടിയിൽ ചർച്ച വേണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് രമേശ് ചെന്നിത്തല. അല്ല, പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. കെ മുരളീധരന്റേത് പോസിറ്റീവ് വിമർശനമാണെന്നും ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണെന്നും തിരുവഞ്ചൂരും പ്രതികരിച്ചു. അതൊരു പോസിറ്റീവ് വിമർശനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടിയാലോചന വേണം എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയിലെ ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് സാധാരണ നടക്കുന്നതുമാണ്. ഞാൻ അതിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യാം. എന്നാൽ മുതിർന്ന നേതാക്കളെ തള്ളുകയാണ് വി.ഡി. സതീശൻ. അല്ലാതെ ഈ KPCC പ്രസിഡന്റ് ഇങ്ങനെ ചികിത്സാർത്ഥം പോയതുകൊണ്ട് KPCC യോഗം നടക്കാതെ ഗൂഗിൾ മീറ്റിംഗ് ആണ് 2 പ്രാവശ്യം നടത്തിയത്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് നടക്കും. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. എറണാകുളം DCC നേതൃത്വത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഉമാ തോമസ് MLA പരാതിയുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ അവഗണിക്കുന്നുവെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നേതാക്കൾ പരസ്പരം പഴിചാരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന് കണ്ടറിയാം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതിയെ AICC നേതൃത്വം പ്രഖ്യാപിച്ചു. KPCC അധ്യക്ഷൻ K. സുധാകരൻ അധ്യക്ഷനായ 33 അംഗ സമിതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇത് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നേരത്തെ തന്നെ ഒരുങ്ങുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ 33 അംഗ സമിതി പ്രഖ്യാപനത്തോടെ. അതിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്? വിജയകുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് കടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പട്ടികയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 33 അംഗ സമിതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് K. സുധാകരനാണ് ചെയർമാൻ. കേരളത്തിലുള്ള 9 ലോക്സഭാ അംഗങ്ങൾ ഇതിൽ ഈ സമിതിയിലുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ K. മുരളീധരൻ, കൂടാതെ ബെന്നി ബെഹനാൻ, അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസ്, ശശി തരൂർ, MK രാഘവൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള MP ഈ സമിതിയിലുണ്ട്. അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷനായ VM സുധീരൻ, കൂടാതെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമിതിയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, കൂടാതെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ സമിതിയാകും ഇനി കൂടിയാലോചന നടത്തുക. ഇതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, കൂടാതെ KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയും ഈ സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 37 അംഗ സമിതിയാണ് ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം കൂടാതെ മറ്റ് പല സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമിതിയും ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്കും കോൺഗ്രസ് കടന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വിവിധ സമിതികളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ച് വരികയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇപ്പോൾ AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ K. സുധാകരൻ അധ്യക്ഷനായ 33 അംഗ സമിതിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി കേരളത്തിലേക്ക് AICC നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ ആ സമിതിയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ വലിയ ദൗത്യമാണ് ഈ സമിതിക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതാണ് ഹൈക്കമാൻഡ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചതിലൂടെ വ്യക്തമാക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോതമംഗലത്ത് ഇഞ്ചൂരിൽ നിന്ന് കാണാതായ 13 വയസ്സുകാരിയെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണ്ടെത്തി. KSRTC ബസ്സിലാണ് പെൺകുട്ടി ചങ്ങനാശ്ശേരിയിൽ എത്തിയത്. കണ്ടക്ടർക്ക് സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിയെ ബന്ധുക്കൾക്ക് ഉടൻ കൈമാറും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, നമ്മളുടെ പ്രേക്ഷകർ പലരും ഈ വാർത്ത അറിഞ്ഞ് ആ കുട്ടിയെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ടോബി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ്, ഏതാനും നിമിഷം മുമ്പാണ് ഈ കുട്ടിയെ ഈ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് ചങ്ങനാശ്ശേരി KSRTCയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. KSRTC ബസ്സിൽ പെൺകുട്ടി ചങ്ങനാശ്ശേരിയിലെത്തി. ഒരു കണ്ടക്ടർക്ക് സംശയം തോന്നിയപ്പോഴാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. എന്തായാലും ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ഉടൻ തന്നെ സ്റ്റേഷനിലെത്തും. അവർക്കപ്പോൾ കുട്ടിയെ കൈമാറുമെന്നാണ് CI അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവത്തിൽ ഒരു നടപടി ലഭിച്ചിരിക്കുന്നു. വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഉറപ്പായും ടോബി, ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. കണ്ടക്ടർക്ക് സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കുട്ടിയെ ബന്ധുക്കൾക്ക് ഉടൻ കൈമാറും. ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് കുട്ടി. അതിന്റെ വിവരങ്ങളാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.